എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരം. പിന്നെ ഇന്നത്തെ ഫുഡാണ് ഞാനൊന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇഡ്ഡലി ഒരു 2, 4, 6, 8, 9 ബദാം, പിന്നെ വെള്ളച്ചമ്മന്തി. ഇതാണ് ഒരാളെ ഫുഡ്. ഇനി എൻ്റെ ഫുഡ് ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ചെറുപയർ മുളപ്പിച്ചത് കണ്ടില്ലേ. ഞാൻ നല്ലൊരു ഡയറ്റിലോട്ട് പോവുക കേട്ടോ. ഒരു മുട്ട, ഒരു റോബസ്റ്റ, ബദാം. ഇനി ഉച്ചയ്ക്ക് ഞാൻ ഇത് തന്നെ സലാഡാക്കും. പിന്നെ അതിൻ്റെ കൂടെ തക്കാളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇത് മാത്രം കഴിക്കും. ഇതാണിപ്പോൾ എൻ്റെ ഡയറ്റിങ് കേട്ടോ. പക്ഷെ നല്ല നല്ല സുഖമാണ് ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചാൽ കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കേ. ഇതൊരു നല്ലൊരു ഫുഡാണെന്ന് വെച്ചാൽ നല്ലതാണ്. ഇത് മുളപ്പിക്കാൻ ഒരു പാടുമില്ല കേട്ടോ. നമ്മൾ രാവിലെ വെള്ളത്തിലിടുക, വൈകിട്ട് നമ്മുടെ സഞ്ചിയില്ലേ, തുണിസഞ്ചി, നമുക്ക് കടകളിലൊക്കെ പോകുമ്പോൾ, ലുലുവിലൊക്കെ പോകുമ്പോൾ ഒരു സഞ്ചി കിട്ടുമല്ലോ, ആ തുണിസഞ്ചി നല്ല വൃത്തിയായിട്ട് കഴുകി നല്ലോണം നനയ്ക്കുക. രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ചെറുപയർ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിനകത്തോട്ട് ഇടണം. ഇട്ടിട്ട് ഒരു വെള്ളത്തിലോട്ട് ഒന്ന് മുക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി എടുത്ത് വെച്ചിരുന്ന രാവിലെ ആകുമ്പോൾ എല്ലാം പൊട്ടി മുളച്ച് നല്ലോണം ഇരിക്കും. നമ്മൾ ഒരു ദിവസവും കൂടെ ഇരുന്ന നല്ല നീളത്തെ വേരുകളെല്ലാം ഇതേപോലെ ഇരിക്കും. നമുക്കൊരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരൻ വയ്ക്കാനുള്ള നല്ല ഒരു ഇലയെല്ലാം കൂടെ വന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് തോരൻ വയ്ക്കാൻ അത് കിട്ടും. അതേപോലെ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചിരുന്നു 3 ദിവസമായത്. ഇനിയിപ്പോൾ നാളെ ആയാൽ ഇതെല്ലാം നല്ല ഇലയായിക്കോളും. ഇലയായാൽ നമുക്കൊരു മുട്ടയും കൂടെ ചിക്കി അത് മാത്രം മതി ഒരു ദിവസം കഴിക്കാൻ. രാവിലെ അതിൻ്റെ കൂടെ അരിയാഹാരം ഒന്നും കഴിക്കണ്ട. കണ്ടില്ലേ, ഇതിപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത്. ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് നോക്കിയാൽ എല്ലാവരും നല്ല നല്ല ആരോഗ്യം കിട്ടും. നമുക്ക് ക്ഷീണമോ ഒന്നും കാണത്തില്ല. ഇതിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട്. ഇറച്ചി കഴിക്കുന്നതിന് പകരം നമുക്ക് ഈ ചെറുപയറിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനുണ്ടല്ലോ. എല്ലാ പോഷകാംശങ്ങളും അടങ്ങിയ, ശരീരത്തിന് വേണ്ടുന്ന എല്ലാം അടങ്ങിയിട്ടുണ്ട് ചെറുപയറിനകത്ത്. പിന്നെ മുട്ട, പിന്നെ ഒരു റോബസ്റ്റ, ചെറിയൊരു പഴമാണ് കേട്ടോ, ചെറിയൊരു റോബസ്റ്റ. അത് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ എടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ ഒരു ബദാം, പിന്നെ ബദാമിന് പകരം കശുവണ്ടി എടുക്കാം, അല്ലെങ്കിൽ ചെറിയ കറുത്ത മുന്തിരിങ്ങ എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പിന്നെ ഒരു മുട്ട മസ്റ്റ് കേട്ടോ. ഇത്ര ഇങ്ങനെ കഴിക്കണം എല്ലാവരും. ഒരാൾക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും, പിന്നെ അദ്ദേഹത്തിനും കൂടെ കുറച്ച് ബദാം കൊടുത്ത്, ബദാം എപ്പോൾ കഴിക്കുന്നതെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിക്കും. ഇപ്പം മിക്കവാറും കഴിക്കത്തില്ല, ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എൻ്റെ ഫുഡ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിരിക്കും. ഓക്കെ, അധിക വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകും. ശരീരം നല്ല സോഫ്റ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഈ ചോറും. രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനൊരു 4 എണ്ണമൊക്കെ അങ്ങ് കഴിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി. ദോശ അതേ കണക്ക് 2 എണ്ണം ഒക്കെ നല്ലോണം അങ്ങ് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ മുട്ടയുണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിന് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുറയ്ക്കുമോ? ഉച്ചയ്ക്ക് നമ്മൾ ചോറും പച്ചക്കറികളെല്ലാം കഴിക്കുന്നതിൽ ചോറും നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കും. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് ഇതേപോലെ കഴിച്ചിട്ട് കറി വയ്ക്കുന്നതിന് ഒരു ഫിഷ് എടുക്കും, ഒരു കഷ്ണം, അത് മാത്രം എടുക്കും. അരപ്പൊന്നും കഴിക്കത്തില്ല, ഒരു മീൻ കഷ്ണം മാത്രം. ചിക്കനാണെങ്കിൽ അതേപോലെ അരപ്പ് കുറച്ച് ആദ്യമേ തന്നെ ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് ഒന്നും കൂടി ഒരു ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് ആ അരപ്പ് കുറച്ച് ആ ഒരു ചിക്കൻ കഴിക്കും. പിന്നെ ഇതേപോലെ ഞാൻ കഴിക്കും ഉച്ചയ്ക്ക്. നൈറ്റ് ഒരു റോബസ്റ്റ പഴം മാത്രം കഴിക്കും, ഒരു ഗ്ലാസ് പാലും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡയറ്റിങ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ചെയ്യുക. ലൈക്ക് ഷെയർ ഒന്നും ചോദിക്കുന്നില്ല. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. ആരോഗ്യത്തോടു കൂടി എല്ലാവരും ഇരിക്കുക. ഓക്കെ, താങ്ക് യു.